പ്രേക്ഷകരെ, കാട്ടാന ശല്യം രൂക്ഷമായൊരിടത്ത് ആംബുലൻസിന് അധികം ലൈറ്റ് വെച്ചാൽ അത് തെറ്റാണോ? അർദ്ധരാത്രിയും ആംബുലൻസ് ഓടിക്കേണ്ടി വരും. ഇത് മോഡിഫിക്കേഷനിൽ വരുമെന്നാണ് MVD പറയുന്നത്. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ ഓടുന്ന ആംബുലൻസിന് എക്സ്ട്രാ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തുവെന്ന് 5500 രൂപ പിഴ ഈടാക്കി എന്നതാണ് വിവരം. നമുക്ക് പ്രതികരണം കേൾക്കാം. പകലോ രാത്രിയോ ഒന്നില്ലാതെ തന്നെ എപ്പോഴും കാട്ടാനകൾ റോഡ് സൈഡിലും മറ്റൊക്കെ അങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ആംബുലൻസിൽ രാത്രി സമയത്തൊക്കെ പെട്ടെന്ന് രോഗികൾ അവിടെ താമസിക്കുന്ന കോട്ടേജിൽ താമസിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അവരെ പുറത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആംബുലൻസിൽ പ്രത്യേകമായിട്ട് ഈ ലൈറ്റുകൾ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ അതുകൊണ്ട് ആനകൾ അകലെയുണ്ടെങ്കിൽ കാണാൻ വേണ്ടി മാത്രമാണ് ആ സാധനം ഉപയോഗിക്കുന്നത്. അതിൽ MVD പിടിച്ചിട്ട് കോർപ്പറേഷൻ ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുന്ന സമയത്ത് MVD പിടിച്ച് 5000 രൂപ പിഴ അടച്ചത് വളരെയധികം പ്രതിഷേധാർഹമാണ്. അതിൽ തൊഴിലാളികൾ ഒന്നടങ്കം പ്രതിഷേധിക്കും. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ശരിയാണ്, നിയമമാണ്. അത് വാഹനത്തിന് ഇത്രയേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു അടിയന്തര സാഹചര്യമാണ്, അതിജീവനത്തിന്റെയും കൂടി ആവശ്യവുമാണ്. പിഴ ഒഴിവാക്കി കൊടുക്കാൻ കഴിയില്ല MVDക്ക്? മാധവ്, ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നിലവിൽ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇത്തരം മോഡിഫിക്കേഷന് തടസ്സങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ പിഴ ഈടാക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഇത് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആംബുലൻസ് ആണ്. അതൊരു മലയോര മേഖലയാണ്, വന മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. അവിടെ നിരവധി തൊഴിലാളികളടക്കം താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. സ്വാഭാവികമായും ക്വാർട്ടേഴ്സുകളിലും മലയോര മേഖലകളിലൊക്കെ തന്നെ ക്വാർട്ടേഴ്സുകളും മറ്റുമാണ് ഈ തൊഴിലാളികളൊക്കെ തന്നെ താമസിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവരെ അങ്കമാലിയിലോ അല്ലെങ്കിൽ ചാലക്കുടിയിലെയോ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു ആംബുലൻസ് ഇതാണ്. ഈ ആംബുലൻസിന് മുൻഭാഗത്ത് മുകൾ ഭാഗത്തായി 2 ലൈറ്റുകൾ ഘടിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ MVD കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. എന്നാൽ എന്തിനാണ് ഈ ലൈറ്റുകൾ ഘടിപ്പിച്ചത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നിരവധി കാട്ടാനകൾ ഇറങ്ങുന്ന, നിരവധി തവണ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊരു മേഖലയാണ്. സ്വാഭാവികമായും അവിടെ ഈ പാതയുടെ ചെറിയ പാതകളാണ്. ഈ പാതയുടെ ഇരുഭാഗത്തും വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കാട്ടാനകൾ അടക്കം സ്ഥിരമായി വരാറുണ്ട്. അത്തരം കാട്ടാനകളെ നേരത്തെ തന്നെ കണ്ട്, അല്ലെങ്കിൽ കാട്ടാനകളെ അവിടെ നിന്ന് മാറിയ ശേഷം മാത്രം കടന്നു പോകാൻ വേണ്ടി, രാത്രികാലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്തരമൊരു ലൈറ്റ് ഘടിപ്പിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ കാലമായി ഇങ്ങനെ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇവർക്ക് MVD ഫൈൻ ഈടാക്കിക്കൊണ്ടുള്ള നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. 5500 രൂപ പിഴ ഈടാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ പൊതുവെ നഷ്ടത്തിലാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടുന്നുമുണ്ട്. അതിനിടയിൽ ഇത്തരമൊരു പ്രശ്നത്തിന് വേണ്ടി 5500 രൂപ മുടക്കുക എന്നതും അസാധ്യമായ കാര്യമാണ്. എന്തായാലും നിരവധി ആളുകൾക്ക് ചികിത്സാ സഹായം നൽകുന്ന, അല്ലെങ്കിൽ അവരെ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആംബുലൻസ്, അതും ഇത്തരത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായ ഒരു മേഖലയിൽ ഈ വന്യമൃഗങ്ങൾ വരാതെ പാതയിലൂടെ കൃത്യമായി തന്നെ പോകാൻ വേണ്ടി മാത്രം ഘടിപ്പിച്ച ഒരു ലൈറ്റ്, അത് സ്വാഭാവികമായും വലിയ പ്രതിസന്ധി ഇപ്പോൾ MVDയിലൂടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായും ആ ലൈറ്റ് ഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ MVD ഇപ്പോൾ പിഴ ഈടാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 5500 രൂപയാണ് ഇപ്പോൾ പിഴ ഈടാക്കിയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ. അതോടൊപ്പം തന്നെ അധികമായി വെച്ചത് കാട്ടാന ശല്യമുള്ള മേഖലയായതിനാലാണ് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ MVD പിഴയിട്ട നടപടി എന്ന് പറയുന്നതിനെ അവർ എതിർക്കുകയും ചെയ്യുന്നു, വിമർശിക്കുകയും ചെയ്യുന്നു. അതിലൊരു മനുഷ്യത്വപരമായ സമീപനമുണ്ട്. അതിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നാണ് നമുക്കും പറയാനുള്ളത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.